ഹായ് ഗൈസ്, അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു ഷോർട്സുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മൂകാംബിക വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ പോകുന്നത്. ഞാനും അമ്മയും അപ്പായും ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഞാൻ അകത്ത് കയറിയില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അമ്പലമായിരുന്നു. നമുക്ക് അകത്താട്ടോ, ഇത് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് അകത്താണ് അമ്പലം ഉള്ളത്. നമുക്ക് നേരെ ചെല്ലുമ്പോൾ അമ്പലം കാണാൻ പറ്റില്ല. താഴോട്ട് നോക്കിയാലോട്ടോ അമ്പലം കാണുക. അങ്ങനെ എല്ലാവരും പോയി തൊഴുതിട്ട് വന്നു. പിന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും വാഷ്റൂമിൽ പോയ സമയത്ത് അവിടെ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. ആ അമ്പലത്തിലെ പാർക്കിംഗ് നല്ല സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർ അമ്പലത്തിൽ തൊഴുതിയിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടു. അവിടുന്ന് ഞങ്ങൾ പിന്നെയും വീണ്ടും യാത്ര തിരിച്ചു. കാരണം നമുക്ക് വൈകുന്നേരം തന്നെ ഉടുപ്പിയിലെത്തണം. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ ഏതെങ്കിലും ഒരു നല്ല ഹോട്ടൽ കണ്ടുപിടിക്കണം. ഇനി അതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. നമ്മളങ്ങനെ കോഴിക്കോട് വഴി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടൽ ഗൂഗിളിലൊക്കെ റേറ്റിംഗ് ഒക്കെ നോക്കി അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ഹോട്ടൽ ആര്യഭവനിലാട്ടോ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. ഞങ്ങൾ ചെന്നപ്പോഴേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് തന്നെ മീൽസൊക്കെ കഴിക്കാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സീറ്റും ഭയങ്കര തിരക്കുണ്ടായതുകൊണ്ട് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ള ഇടത്തൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് മീൽസ് ആസ് യൂഷ്വൽ ഞങ്ങൾ മീൽസ് ഓർഡർ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. ചോറ്, സാമ്പാർ, കൂട്ടുകറി, പിന്നെ പായസം, തൈര്, പപ്പടം, അങ്ങനെ ഒരു മീൽസ് കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ യാത്ര തിരിക്കുക കേട്ടോ. ബാക്കി ഞാൻ അടുത്ത പാർട്ടി കാണിക്കാമേ.